ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് പരിശോധിക്കുവാനായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. ഈ ക്ലാസ് മുതൽ നമുക്ക് യോഹന്നാൻ 15-ാം അധ്യായം 18 മുതൽ 16-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചു തുടങ്ങാം. ഞാൻ ആ ഭാഗം ആദ്യം വായിച്ചു കേൾപ്പിക്കട്ടെ. യോഹന്നാൻ 15-ാം അധ്യായം 18 മുതൽ 16-ാം അധ്യായം 16-ാം വാക്യം വരെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എന്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എന്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്നവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവീൻ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കകൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ഈ നീണ്ട ഭാഗത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 2 പ്രധാന ആശയങ്ങൾ യേശു ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് സഭയോടുള്ള ലോകത്തിന്റെ എതിർപ്പ്. രണ്ടാമത്തേത് സഭയ്ക്ക് വേണ്ടിയും സഭയിൽ കൂടിയുമുള്ള പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ. ഇപ്പൊ ലോകത്തിന്റെ എതിർപ്പും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയും, ഈ 2 കാര്യങ്ങളാണ് നാം വായിച്ച ഭാഗത്ത് ഉള്ളത്. നമ്മുടെ കർത്താവ് സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയും 17-ാമത്തെ വാക്യവും വായിക്കുക. 15-ാം അധ്യായത്തിന്റെ 9, 10 വാക്യങ്ങൾ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. 15-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല.
15:17 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ കാര്യങ്ങളാണ് സ്നേഹത്തെക്കുറിച്ച് യേശു സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 18 മുതൽ യേശു പകയ്ക്കുന്നതിനെ കുറിച്ച്, ഹെയ്റ്റ്രഡ്, സ്നേഹമല്ല പക, ഹെയ്റ്റ്രഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പകയെന്ന വാക്ക് തുടർന്ന് 7 പ്രാവശ്യം യേശു ഉപയോഗിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെയും ദൈവജനത്തെയും ആരെങ്കിലും പകയ്ക്കും എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് അവിശ്വസനീയമായി തോന്നാം. എന്നാൽ ഇന്ന് സാഹചര്യം അത് തന്നെ അല്ലേ ചിന്തിക്കുക. സഭയോടും യേശുവിനോടും ഉള്ള പകയിൽ കൂടുതലും മതഭക്തന്മാരായ ആളുകളിൽ നിന്നാണ് ഉണ്ടാകുന്നതും. ഭക്തിയില്ലാത്ത ആളുകളല്ല, മതഭക്തന്മാരാണ് സഭയെയും യേശുവിനെയും ഒക്കെ പകയ്ക്കുന്നത്. നാം ചിന്തിക്കുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ വരും മണിക്കൂറുകളിൽ ഇസ്രായേലിലെ മതനേതാക്കന്മാർ അവരുടെ മശിഹായെ കുറ്റം വിധിക്കും. അവന്റെ രക്തത്തിനായിട്ട് അവർ മുറവിളി കൂട്ടും. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പരസ്യമായി പഠിപ്പിച്ചത് ഒരു ദിവസം പകയും പീഡനവും ഒക്കെ നേരിടേണ്ടി വരും എന്നാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു അത് വ്യക്തമാക്കിയിരുന്നു. നോക്കുക, മത്തായി 5-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 44-ാമത്തെ വാക്യത്തിലും കർത്താവ് ഇത് അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നതാണ്. ഞാൻ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. 44-ാം വാക്യം, മത്തായി 5:44. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പൊ യേശു നമുക്ക് വരുന്ന നിന്ദയെയും പകയെയും കുറിച്ച്, നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് യേശുവിന്റെ ശുശ്രൂഷ നാം പരിശോധിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ ദിവ്യ നിയോഗത്തിനായിട്ട് പരിശീലന ശുശ്രൂഷയ്ക്ക് അയച്ച സന്ദർഭം ഓർക്കുക. അപ്പോഴും ഇതേ കാര്യം യേശു ഓർപ്പിച്ചു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യേശു തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് പരിശീലനത്തിനായിട്ട് അയക്കുന്നതാണ് കോണ്ടെക്സ്റ്റ്. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് 10-ന്റെ 16 മുതൽ 33 വരെ വായിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അവരോട് പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പീൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നാമനിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവീൻ. മനുഷ്യപുത്രന്റെ വരവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 10-ാം അധ്യായത്തിന്റെ നമ്മൾ ഈ വായിച്ച 22-ാമത്തെ വാക്യം ഒന്നുകൂടെ കേൾക്കുക. 10-ന്റെ 22. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. പകയെക്കുറിച്ചാണല്ലോ കർത്താവ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നാം യേശുവിന്റെ ശുശ്രൂഷ പരിശോധിക്കുമ്പോൾ മത്തായി 23-ാം അധ്യായത്തിൽ യേശു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയെ ശാസിച്ച് അതിനെതിരെ പ്രസംഗിക്കുമ്പോഴും യേശു പരസ്യമായി പറഞ്ഞു, അവർ ദൈവദാസന്മാരായ ശുശ്രൂഷക്കാരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന്. അപ്പോൾ പകയും പീഡനവും
കൊലപാതകവും ഒക്കെ നടത്തുവാനായിട്ട് ലോകം തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യം യേശു പലപ്പോഴായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ദൗത്യ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ അയച്ചപ്പോൾ പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെയും പരീശന്മാരെയും ശാസിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. നമുക്കത് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മത്തായി 23-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനിയും നാം യേശുവിന്റെ ശുശ്രൂഷ പരിശോധിക്കുമ്പോൾ യേശു ഒലിവ് മലയിൽ പ്രവചനാത്മകമായ ഒരു സന്ദേശം നൽകിയിട്ടുള്ളത് നമുക്കറിയാം. ലോകാവസാനത്തെയും കർത്താവിന്റെ വരവിനെയും കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് യേശു ഒലിവ് മലയിൽ പ്രവചന സന്ദേശം നൽകി. ആ സന്ദേശത്തിലും ഇതേ തരത്തിലുള്ള മുന്നറിയിപ്പ് യേശു നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 13, 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം ശ്രദ്ധിച്ചു വായിച്ചാൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യഹൂദ മത സംവിധാനം പരസ്യമായി യേശുവിനെ എതിർക്കുകയും യേശുവിനെ കൊല്ലാൻ അവർ തക്കം നോക്കി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ്. യോഹന്നാൻ 5:16, 7:19, 25, 8:37, 59, 9-ാം അധ്യായത്തിന്റെ 22, 11-ാം അധ്യായത്തിന്റെ 8 വാക്യങ്ങളിലൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 5:16. യേശു ശബത്തിൽ അത് ചെയ്തുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു എന്താണ് ശബത്തിൽ ചെയ്തത്? ബെഥസ്ദ കുളക്കരയിൽ 38 ആണ്ട് രോഗസൗഖ്യം കാത്തു കിടന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ആ സൗഖ്യം അവന് നൽകിയതിനാണ് യേശുവിനെ അവർ ഉപദ്രവിച്ചത്. അതിന്റെ കാരണം അത് ശബത്ത് നാളിലായിരുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് എന്ന് യേശു ചോദിച്ചു. യോഹന്നാൻ 7:25 അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവനല്ലയോ എന്ന് യെരുശലേമ്യരിൽ ചിലർ ചോദിച്ചു. യോഹന്നാൻ 8:37 എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. യേശുവിനെ കൊല്ലുവാൻ നോക്കിയതിന്റെ കാരണം ദൈവവചനം അവരുടെ ഇടയിൽ അവർക്ക് ഇടം ഇല്ല, അവരതിന് അംഗീകാരം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. 8:59 അവർ യേശുവിനെ എറിവാൻ കല്ലെടുത്തു. 9:22 യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. 11:8 ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ. ഈ വാക്യങ്ങളെല്ലാം ഒരുപോലെ വ്യക്തമാക്കുന്നത് യഹൂദന്മാർ യേശുവിനെ പകച്ചതുകൊണ്ട് അവർ യേശുവിനെ ഉപദ്രവിച്ചു, കല്ലെറിയാൻ ശ്രമിച്ചു, കൊല്ലുവാൻ ശ്രമിച്ചു, യേശുവിൽ വിശ്വസിച്ചവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെയാണല്ലോ. യേശുവിന്റെ ശുശ്രൂഷ പുരോഗമിച്ചതിനനുസരിച്ച് യേശുവിനോട് എതിർക്കുന്നതിന്റെ ആഴം വർദ്ധിച്ചു വന്നു. അവർ യേശുവിനെ പകച്ചു. അവർ യേശുവിനെ എതിർത്ത് കൊന്നുകളയാൻ, നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിരുന്ന ശിഷ്യന്മാർക്ക് യേശു പകയുടെയും എതിർപ്പിന്റെയും പീഡനത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഒട്ടും അത്ഭുതം തോന്നിക്കാണാൻ വഴിയില്ല. കാരണം അവരിത് കണ്ടും കേട്ടുമാണല്ലോ വളർന്നു വന്നിരിക്കുന്നത്.
യേശു മുന്നറിയിപ്പുകൾ നൽകിയത് ശിഷ്യന്മാർ ഇതിനു മുമ്പ് കേട്ടിട്ടുമുണ്ടല്ലോ. മാത്രമല്ല ശുശ്രൂഷാമുഖത്ത് യേശു മനുഷ്യരുടെ വിദ്വേഷവും പകയും അഭിമുഖീകരിക്കുന്നത് ശിഷ്യന്മാർ നേരിട്ട് കണ്ടിട്ടും ഉണ്ടായിരുന്നല്ലോ. നാം മരിക്കുന്നത് വരെയോ കർത്താവ് നമ്മളെ ചേർക്കാൻ മടങ്ങി വരുന്നത് വരെയോ നാം ഈ ദുഷ്ടലോകത്തിൽ ലോകത്തിന്റെ ശത്രുതയും പകയും എതിർപ്പും സഹിച്ച് തന്നെ ജീവിക്കണം. പക്ഷെ നമുക്ക് അതെങ്ങനെ സാധ്യമാകും? എങ്ങനെ ഈ ശത്രുതയുടെയും പകയുടെയും എതിർപ്പിന്റെയും പീഡനത്തിന്റെയും നടുവിൽ അതെല്ലാം സഹിച്ച് എങ്ങനെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും? എന്താണ് വിജയത്തിന്റെ രഹസ്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നതാണ് വിജയരഹസ്യം. അതുകൊണ്ട് മാളികമുറിയിൽ യേശു നൽകിയ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെയും കുറിച്ച് യേശു പഠിപ്പിച്ച സുപ്രധാന കാര്യങ്ങളാണ് നാം വായിച്ച ഈ ഭാഗത്ത് ഉള്ളത്. ഈ ഭാഗം നാം പരിശോധിച്ച് ലോകത്തിൽ ആയിരിക്കുന്ന ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ത്രിമുഖ ശുശ്രൂഷകൾ പഠിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നാം വായിച്ച ഈ ഭാഗം പരിശോധിച്ചാൽ ദൈവസഭ ലോകത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് 3 തരത്തിൽ ദൈവസഭയെ ശക്തീകരിക്കുന്നതിനെ കുറിച്ച് യേശു എടുത്തു പറഞ്ഞു. അത് നാം പഠിക്കണം. എന്നാൽ അത് പഠിക്കുന്നതിന് മുമ്പ് ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ഓർപ്പിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യേശു പരിശുദ്ധാത്മാവിനെ പരാമർശിച്ചപ്പോൾ അത് എന്നല്ല പറഞ്ഞത്, അവൻ എന്നാണ് പറഞ്ഞത്. അവൻ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് വ്യക്തമാവുകയാണല്ലോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് അവൻ എന്ന് യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ട് ആത്മാവിന് ഒരു മനസ്സുണ്ട്, ഒരു ഇച്ഛാശക്തിയുണ്ട്, വൈകാരികതയുമുണ്ട്. ഞാൻ ഇനി പറയുന്ന വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. റോമലേഖനം 8:27, 1 കൊരിന്ത്യ ലേഖനം 2:11, ഗലാത്യ ലേഖനം 5:22, 23 വാക്യങ്ങൾ. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കാം. റോമലേഖനം 8:27, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഈ വാക്യത്തിൽ ആത്മാവിന്റെ ചിന്ത എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നാം ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണല്ലോ. അപ്പൊ ആത്മാവിന് മനസ്സുള്ളതുകൊണ്ടാണ് ആത്മാവ് ചിന്തിക്കുന്നത്. ആത്മാവിന് ഒരു മനസ്സുണ്ട്, ചിന്താശക്തിയുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 2:11, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും? അവിടെ തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ഗ്രഹിക്കാൻ കഴിയും. ഇച്ഛാശക്തി കൊണ്ടാണ് ഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് ഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാവിന് ഇച്ഛാശക്തി ഉണ്ട് എന്ന് വ്യക്തമാകുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ പറഞ്ഞതെല്ലാം മനുഷ്യന്റെ വികാരങ്ങളാണ്. അപ്പോൾ ആത്മാവിന് വികാരവുമുണ്ട്. സ്നേഹമെന്ന വികാരം, സന്തോഷമെന്ന വികാരം, സമാധാനമെന്ന വികാരം മുതലായവ. യോഹന്നാൻ 15:26 നോക്കുക. യോഹന്നാൻ 15:26. ഈ വാക്യത്തിൽ ദൈവത്തിന്റെ ആളത്വത്തിലെ 3 വ്യക്തിത്വങ്ങളെയും പരാമർശിച്ചിരിക്കുന്നു: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വാക്യം കേൾക്കുക. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ വാക്യത്തിൽ ഞാൻ എന്ന് പറഞ്ഞത് പുത്രനായ ദൈവമാണ്. ഞാൻ, പുത്രൻ, യേശു, പിതാവിന്റെ അടുക്കൽ നിന്ന്, അപ്പൊ പിതാവായ ദൈവത്തെക്കുറിച്ചാണ്. കാര്യസ്ഥനായ സത്യാത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ. ഇപ്പൊ പുത്രനായ യേശു പിതാവിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയക്കും. ദൈവപുത്രനായ യേശു, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടും പരിശുദ്ധാത്മാവ് ദൈവം ആയതുകൊണ്ടും പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വസിക്കുമ്പോൾ ദൈവം മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ശരീരമാകുന്ന മന്ദിരത്തിൽ വന്ന് വസിക്കുകയാണ്. മനുഷ്യന്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് ഓർക്കുക. നമ്മുടെ ഉള്ളിൽ
പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ദുഷ്ടലോകത്തിൽ നമുക്ക് കർത്താവിനെ സേവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മോട് ദൈവവചനം അനുശാസിക്കുന്നത് നാം ആത്മാവിൽ നടക്കണം. ഗലാത്യ ലേഖനം 5:16 വായിക്കുക. വാക്ക് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കണം. ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. നാം ആത്മാവിൽ ആരാധിക്കണം. വേർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഫിലിപ്പിയ ലേഖനം 3:3 നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, വേർഷിപ്പിംഗ് ഇൻ സ്പിരിറ്റ്. നാം ആത്മാവിൽ സാക്ഷികളാകണം. അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. അപ്പൊ സാക്ഷികളാകുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നാം ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ആരാധിക്കണം, ആത്മാവിൽ സാക്ഷികളാകണം, ആത്മാവിൽ ജീവിക്കണം. ഗലാത്യർ 5:25 പറഞ്ഞിട്ടുണ്ട്. ലോകം വിശ്വാസികളായ നമ്മെ പകയ്ക്കുമ്പോൾ നമുക്ക് ഉറച്ചു നിൽക്കുവാനും എതിർത്ത് നിൽക്കുവാനും കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ശുശ്രൂഷകൾ നമുക്ക് ലഭ്യമായതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ 3 വ്യത്യസ്ത ശുശ്രൂഷകൾ യേശു ഈ ഭാഗത്ത് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. യേശു ഇവിടെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ 3 വ്യത്യസ്ത ശുശ്രൂഷകൾ. ഒന്ന്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ കാര്യസ്ഥനായി ആശ്വാസപ്രദനായി സഭയെ പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ നാം കാണുന്നത്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നവനായി സഭയിൽ കൂടി സാക്ഷിക്കുന്നു. അതാണ് 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. മൂന്നാമത്, പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവായി സഭയെ വഴി നടത്തുന്നു. അതാണ് 16-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഒന്നാമത്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സഭയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു വാക്യം അതിന് കുറിവാക്യമായിട്ട് നിങ്ങൾക്ക് തരുന്നത് 15:26 ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. രണ്ടാമത്, ബോധം വരുത്തുന്നവനായ പരിശുദ്ധാത്മാവ് സഭയിൽ കൂടി സാക്ഷിക്കുന്നു. അതിനൊരു കുറിവാക്യമാണ് 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. മൂന്നാമത്, ഉപദേഷ്ടാവായ പരിശുദ്ധാത്മാവ് സഭയെ വഴി കാണിച്ച് നടത്തും. അതിന്റെ കുറിവാക്യമാണ് 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ ഈ ത്രിവിധ ശുശ്രൂഷകൾ ഓരോന്നായി നമുക്ക് അല്പം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കത് ഓരോന്നായി ചിന്തിക്കാം. ഒന്നാമത്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സഭയെ എങ്ങനെയാണ് പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെയാണ് ആ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. ഈ പഠനം നാം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകം എന്നതുകൊണ്ട് യേശു എന്തർത്ഥമാക്കി എന്ന കാര്യമാണ്. അല്ലെങ്കിൽ ലോകം എന്താണെന്ന് വ്യക്തമാക്കേണ്ടതാണ്. ലോകത്തിലാണല്ലോ നമുക്ക് പീഡനമുള്ളത്, അവിടെയാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നത്. അപ്പൊ എന്താണ് ലോകം? തിരുവചനത്തിൽ നാം പരിശോധിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം 3 വ്യത്യസ്ത തരത്തിൽ ലോകമെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാം ലോകമെന്ന് പൊതുവെ പറയുമ്പോൾ ദൈവവചനം 3 തരത്തിലാണ് ലോകത്തെ നിർവചിക്കുന്നത്. ഒന്നാമത്, സൃഷ്ടിക്കപ്പെട്ട സകലതും എന്ന അർത്ഥത്തിൽ ലോകമെന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:10 ലോകം അവൻ മുഖാന്തരം ഉളവായി. ദ വേൾഡ് വാസ് മെയ്ഡ് ബൈ ഹിം. അപ്പൊ സൃഷ്ടിക്കപ്പെട്ട ലോകം, ക്രിയേറ്റഡ് വേൾഡ് എന്നർത്ഥം. യോഹന്നാൻ 1:3 കൂടെ കാണുകയാണെങ്കിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി,
ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നാം വായിക്കുന്നു. രണ്ടാമത് മനുഷ്യലോകം, ദ വേൾഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന അർത്ഥത്തിൽ ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:16 ഓർക്കുക. യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്തിന്? തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് ഏത് മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പം അവിടെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. സോ ലോകത്തിന് സൃഷ്ടിക്കപ്പെട്ട ലോകം എന്ന അർത്ഥമുണ്ട്, ലോകത്തിന് മനുഷ്യലോകം അല്ലെങ്കിൽ മനുഷ്യർ എന്ന അർത്ഥം ഉണ്ട്. മൂന്നാമത് ദൈവമില്ലാത്ത സമൂഹം അഥവാ ദൈവത്തെ എതിർക്കുന്ന സാമൂഹിക വ്യവസ്ഥ എന്ന അർത്ഥത്തിലും ലോകം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഈ കാര്യം വ്യക്തമാക്കാൻ നാം പലപ്പോഴും ലോകവ്യവസ്ഥ എന്ന് പറയാറുണ്ട്. ലോകവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവത്തെ എതിർക്കുന്ന, ദൈവത്തെ അംഗീകരിക്കാത്ത സാമൂഹ്യ വ്യവസ്ഥ എന്ന് അർത്ഥം വരികയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ നോക്കുമ്പോൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ലോകം എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത സമൂഹത്തിലെ മനുഷ്യരും സംഘടനകളും പദ്ധതികളും പ്രവർത്തനങ്ങളും തത്വസംഹിതകളും മൂല്യങ്ങളും എല്ലാം ഉൾപ്പെടും. അവയിൽ ചിലത് വളരെ സാംസ്കാരികമായ കാര്യങ്ങളായിരിക്കാം, ചിലത് വളരെ തെറ്റായ കാര്യങ്ങളായിരിക്കാം, നാശോന്മുഖമായ കാര്യങ്ങളായിരിക്കാം. എന്നാൽ അവയെല്ലാം പാപിയായ മനുഷ്യന്റെ ഹൃദയത്തിലും മനസ്സിലും നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണ്. പാപിയായ മനുഷ്യൻ തന്നെയാണ് അവയെ പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തിയെടുക്കുന്നതും. അതുകൊണ്ട് ആ നേട്ടങ്ങളെല്ലാം മനുഷ്യന്റെ ലൗകിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവയുമാണ്. വിശ്വാസികളായ നാം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നാണ് യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. നാം ലോകത്തോട് അനുരൂപപ്പെടാനും പാടില്ല. റോമലേഖനം 12:1-2 വാക്യങ്ങൾ കാണുക. ലോകത്തോട് അനുരൂപപ്പെടാനും പാടില്ല. അങ്ങനെ അനുരൂപപ്പെടാതെയും സ്നേഹിക്കാതെയും ഇരിക്കുന്നതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. അതാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ലോകം നിങ്ങളെ പകയ്ക്കും എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ യേശു ഒന്നും കൂട്ടിയും കുറച്ചും പറഞ്ഞതല്ല. മനസ്സിലായോ? കൂട്ടി പറഞ്ഞതല്ല, കുറച്ച് പറഞ്ഞതല്ല. ശിഷ്യന്മാരുടെ ഈ ലോകത്തിലെ ജീവിതം ദുഷ്കരവും അപകടകരവും ആയിരിക്കും എന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. ലോകം ശിഷ്യന്മാരെ പകയ്ക്കും, എതിർക്കും. ആ ശിഷ്യന്മാരെ ലോകം പകയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്നതിൽ ഒരു പുരോഗതി ഉണ്ടെന്ന് തന്നെ യേശു ഓർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 18 മുതൽ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വരെയെങ്കിലും നോക്കുകയാണെങ്കിൽ ഈ പകയ്ക്കലിന് ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു പുരോഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 15-ന്റെ 18-19 വാക്യങ്ങളിൽ ലോകം ശിഷ്യന്മാരെ പകയ്ക്കും, ഹെയ്റ്റ്രഡ് എന്നാ പറഞ്ഞത്. എന്നാൽ 15-ന്റെ 20-ൽ ലോകം ശിഷ്യന്മാരെ ഉപദ്രവിക്കും, പെർസിക്യൂട്ട് ചെയ്യും, പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു. 16-ന്റെ 2-ൽ ലോകം ശിഷ്യന്മാരെ പള്ളിഭ്രഷ്ടന്മാരാക്കും, കൊല്ലും. എക്സ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെത്ത് ഓർ കില്ലിംഗ്. കണ്ടോ? ഹേറ്റ്രഡ്, പെർസിക്യൂഷൻ, എക്സ്കമ്മ്യൂണിക്കേഷൻ ആൻഡ് കില്ലിംഗ്. ഇപ്പൊ ലോകം പകയ്ക്കും, ഉപദ്രവിക്കും, പള്ളിഭ്രഷ്ടന്മാരാക്കും, കൊല്ലും. അത് കൂടിക്കൂടി വരികയാണ്, കുറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 15-ന്റെ 18-19 ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഈ വാക്യങ്ങളിൽ പകയ്ക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. 15-ന്റെ 20 ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. ഈ വാക്യത്തിൽ ഉപദ്രവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പകയ്ക്കലിൽ നിന്ന് ഉപദ്രവത്തിലേക്ക് മുന്നേറുന്നു. 16-ന്റെ 2-ൽ അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം
ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അപ്പൊ ഈ വാക്യത്തിൽ പള്ളിഭ്രഷ്ടരെ കുറിച്ചും കൊല്ലുന്നതിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ പകയ്ക്കുന്നു, ഉപദ്രവിക്കുന്നു, പള്ളിഭ്രഷ്ടന്മാരാക്കുന്നു, കൊല്ലുന്നു. ഇങ്ങനെ ഈ പീഡനത്തിന് ഒരു പുരോഗമനമുണ്ട് എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇനി നാം സഭാചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ, ആദിമസഭയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ സഭയ്ക്ക് ഈ ഘട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകും. സഭയെ പകച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്. ഇന്നും ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മറക്കരുത്. എന്തുകൊണ്ടാണ് ലോകവ്യവസ്ഥ അല്ലെങ്കിൽ മതസംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ലോകവ്യവസ്ഥ തന്നെ വിശ്വാസികളെ പകയ്ക്കുന്നത്? ലോകവ്യവസ്ഥയ്ക്കകത്ത് മതസംവിധാനങ്ങളും ഉണ്ടെന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ആ വ്യവസ്ഥ വിശ്വാസികളെ പകയ്ക്കുന്നത്? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിനെ അനുഗമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ ലോകം പകയ്ക്കുന്നത് എന്ത്? അത് നല്ലൊരു കാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സ്റ്റിൽ അവരെ പകയ്ക്കുന്ന ഒരു ലോകം. യേശു അതിന് പല കാരണങ്ങൾ പറഞ്ഞു തന്നു. ആ കാരണങ്ങളെല്ലാം നമുക്കിന്ന് ചിന്തിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കതെല്ലാം ചിന്തിക്കാം. എന്നാൽ ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ചിന്തിച്ച കാര്യം ഒന്നുകൂടെ ഓർക്കുക. ലോകം നമ്മെ പകയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മെ ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യും. ആ പ്രബോധനവും പ്രോത്സാഹനവും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകം ഞങ്ങളെ പകയ്ക്കും, ലോകം ഞങ്ങളെ ഉപദ്രവിക്കും, കൊല്ലും. കർത്താവിനോട് അതാണ് ചെയ്തതെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരോടും അങ്ങനെ തന്നെ ചെയ്യും എന്ന് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. എന്നാൽ കർത്താവെ, ഈ കാര്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിനായിട്ട് അവിടുന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്നതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് വന്ന് കർത്താവ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ബോധം വരുത്തുകയും ഉപദേശിച്ച് വഴി നടത്തുകയൊക്കെ ചെയ്യുന്ന വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മാവിന്റെ ശക്തിയിൽ കർത്താവെ ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സാക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണം ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, എന്നാൽ നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ സുവിശേഷം അറിയിപ്പാൻ, അനേകരെ കർത്താവിനായിട്ട് നേടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.